ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കങ്കുവയുടെ പോസിറ്റീവിനെക്കുറിച്ച് പറയാത്തതെന്ത്? സൂര്യയുടെ ഭാര്യയായതുകൊണ്ട് പറയുകയല്ല, തുറന്നടിച്ച് ജ്യോതിക. അടുത്തിടെ വൻതോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ കങ്കുവ സിനിമയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ എഴുതിയവരെ നിശിതമായി വിമർശിച്ചു നടിയും സൂര്യയുടെ ഭാര്യയുമായ ജ്യോതിക. കങ്കുവ ഒരു സമാനതകളില്ലാത്ത സിനിമാറ്റിക് അനുഭവമാണെന്ന് ചിത്രത്തിൻ്റെ ടീമിനെ പ്രശംസിച്ചുകൊണ്ട് ജ്യോതിക പറയുന്നു. താൻ സൂര്യയുടെ ഭാര്യ എന്ന നിലയിലല്ല, ജ്യോതിക എന്ന സ്ത്രീയും ഒരു സിനിമാ പ്രേമി എന്ന നിലയിലുമാണ് ഇത് എഴുതുന്നത് എന്ന് തുടങ്ങുന്ന കുറിപ്പോടാണ് ഇൻസ്റ്റാഗ്രാമിൽ താരം പങ്കുവച്ചത്. സിനിമയെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും സൂര്യ കാണിക്കുന്ന ധൈര്യത്തെ ജ്യോതിക അഭിനന്ദിച്ചു. 3 മണിക്കൂർ സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നതെന്നും സിനിമയുടെ ശബ്ദക്രമീകരണത്തിന് പാളിച്ച പറ്റിയിട്ടുണ്ടെന്നും ജ്യോതിക തുറന്നു സമ്മതിക്കുന്നു. നെഗറ്റീവ് മാത്രം പ്രചരിപ്പിക്കുന്ന തിരക്കിൽ കങ്കുവയിലെ ദൃശ്യവിസ്മയങ്ങളെയും രണ്ടാം പകുതിയിലുള്ള സ്ത്രീകളുടെ പോരാട്ടവും ഒരു കുട്ടിയുടെ മികച്ച അഭിനയവും ഇവർ കണ്ടില്ലെന്ന് നടിച്ചുവെന്നും ജ്യോതിക പറയുന്നു. ഓവർ റേറ്റഡായി പരാജയപ്പെട്ട ബിഗ് ബജറ്റ് സിനിമകൾ ചെയ്തവർ വരെ കങ്കുവയിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്നതിൽ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോൾ ആശ്ചര്യം തോന്നുന്നുവെന്നും ജ്യോതിക ആഞ്ഞടിച്ചു. നെഗറ്റീവ് പ്രചരിപ്പിക്കുന്നവർക്ക് സിനിമയുടെ ഉന്നതിക്ക് വേണ്ടി അതുമാത്രമേ സമ്മാനിക്കൂവെന്നും ഗംഭീര സിനിമാ അനുഭവം കാഴ്ചവെച്ച കങ്കുവ ടീം അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും ജ്യോതിക കുറിപ്പിൽ പറയുന്നു. ഞാൻ ഈ കുറിപ്പ് എഴുതുന്നത് ജ്യോതിക എന്ന നിലയിൽ ഒരു സിനിമാപ്രേമി എന്ന നിലയിലുമാണ്, അല്ലാതെ സൂര്യ എന്ന നടൻ്റെ ഭാര്യയായിട്ടല്ല. കങ്കുമ അപൂർവമായ ഒരു സിനിമാ കാഴ്ചയാണ്. സൂര്യ, നിങ്ങൾ എന്നും നടനെക്കുറിച്ചും സിനിമയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ധൈര്യത്തെയും മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് ഞാൻ അഭിമാനിക്കപ്പെടുന്നു. കങ്കുവയിലെ ആദ്യത്തെ അരമണിക്കൂർ വേണ്ട വിധത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിയില്ല. അതുപോലെ തന്നെ ശബ്ദത്തും കുറച്ചെന്നെ അസ്വസ്ഥത ഉളവാക്കുന്നു. പക്ഷേ പോരായ്മകൾ മിക്ക ഇന്ത്യൻ സിനിമയിലും ഭാഗമാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരാൾ വലിയ തോതിൽ പരീക്ഷണം നടത്തിയ ഒരു ചിത്രത്തിന് അത് സ്വാഭാവികമാണ്. ഒരു 3 മണിക്കൂർ സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ മാത്രമാണ് ഈ പ്രശ്നമുള്ളത്. സത്യം പറഞ്ഞാൽ കങ്കുവ സമാനതകളില്ലാത്ത സിനിമാ അനുഭവമാണ്. തമിഴ് സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ള ക്യാമറ വർക്കാണ് വെട്രി പളനിസ്വാമി ചെയ്തിരിക്കുന്നത്. ഏറ്റവും ബുദ്ധിശൂന്യമായ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായി ചിത്രീകരിക്കുന്ന ഡബിൾ മീനിങ് ഡയലോഗുള്ള ഓവർ റേറ്റഡായ ആക്ഷൻ സീനുകളുള്ള നിരവധി സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇത് പുതിയ കാര്യങ്ങളുമെന്ന തരത്തിൽ ചില സിനിമാ സുഹൃത്തുക്കളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും നെഗറ്റീവ് റിവ്യൂ വരുന്നതും കാണുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. കങ്കുവയുടെ പോസിറ്റീവുകളെപ്പറ്റി ആരും ഒന്നും മിണ്ടാത്തത് എന്താണ്? രണ്ടാം പകുതി സ്ത്രീകളുടെ ആക്ഷൻ സീക്വൻസും ഒരു ചെറിയ കുട്ടി കങ്കുവയിൽ കാണിക്കുന്ന സ്നേഹവും വഞ്ചനയും ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ലേ? തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന തിരക്കിലാണ് കങ്കുവയിലുള്ള നല്ല കാര്യങ്ങളെ എല്ലാവരും അവഗണിച്ചു എന്ന് തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിൽ റിവ്യൂ എഴുതുന്നതിന് ഇനി എപ്പോഴെങ്കിലും വിശ്വസിക്കാനോ അവർ എഴുതുന്നത് വായിക്കണോ അവരെ ശ്രദ്ധിക്കണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. അതിഗംഭീരമായ ദൃശ്യഭംഗി കൊണ്ട് സമ്പന്നമായ ഒരു 3D സിനിമ സൃഷ്ടിക്കാൻ കങ്കുവ ടീം എടുത്ത പ്രയത്നം അവരുടെ സമർപ്പണവും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനു പകരം പല ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച പ്രൊപ്പഗാൻഡയെ വിശ്വസിച്ച് ആദ്യ ഷോ തീരുന്നതിന് മുമ്പ് തന്നെ കങ്കുവയ്ക്കെതിരെ മനഃപൂർവ്വം ഇത്തരത്തിൽ നെഗറ്റീവ് പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും കാണുമ്പോൾ ശരിക്കും ദുഃഖം തോന്നുന്നു.